നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സെലക്ടർ സ്വിച്ചുകൾ നമ്മൾ പരിചയപ്പെടലാണ്. സെലക്ടർ സ്വിച്ചുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ വീടിനകത്തെല്ലാം ത്രീ ഫേസ് ലൈനുകൾ, ത്രീ ഫേസ് കറണ്ടുകളുള്ള വീടുകളിലെല്ലാം ഒട്ടുമിക്ക വീടുകളിലും കാണാൻ വേണ്ടി പറ്റും. ഡി വി ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ടർ സ്വിച്ചുകൾ. അപ്പോൾ എന്താണ് ഈ സെലക്ടർ സ്വിച്ചുകൾ? എന്തിനാണ് നമ്മൾ ഈ സെലക്ടർ സ്വിച്ചുകൾ വെക്കുന്നത്? അതിൻ്റെ ഉപയോഗം എന്താണ്? ഇനിയിപ്പോൾ നമുക്ക് വീട്ടുകാർക്ക് തന്നെ അത് എങ്ങനെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ പല ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ട. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇത് 3 ഫേസുകളാണ്, നമുക്ക് KSE തരുന്ന 3 ഫേസുകളാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ലോഡിന് ഈക്വൽ ആയിട്ടാണ് നമ്മളിവിടെ ഫേസുകൾ MCBകൾ ഇതിനകത്ത് ലൂപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതുപോലെ 3 ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബോക്സിനകത്ത് കാണുന്നത് ഇതിന് മുഴുവൻ ഫേസുകൾ മുഴുവനായിട്ട് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ കമ്പനിക്കാരും ഇപ്പം ഇതിപ്പോൾ ഹെവൽസ് എന്നുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഹെവൽസിൻ്റെ തന്നെ നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ നമുക്ക് ലൈറ്റുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ സെലക്ടർ സ്വിച്ചുകൾ എന്താണ് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഈ 3 ലോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RYB, ഒരു ഫേസ്, 2 ഫേസ്, 3 ഫേസ്. എല്ലാ DVകളിലും ഇതുപോലെ ആയിരിക്കില്ല. ഇതിപ്പം R0YB എന്നാണ് ഇതിൻ്റെ ഒരു കോഡ്. ചിലതിൻ്റെ അകത്ത് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടും കോഡുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കോഡുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആറ് എന്ന സെലക്ടറിലാണ് ഈ കാണുന്ന മാർക്കിംഗ് ഉള്ളത്. ഇവിടെ കാണുന്ന വൈറ്റ് മാർക്ക് 6 എന്നുള്ള സെലക്ടറിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് Y എന്ന സെലക്ടറിലേക്ക് ഈ ഒരു മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെലക്ടർ B എന്ന മാർക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് കറണ്ടുകൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫേസിൽ നമുക്ക് കറണ്ട് ഇല്ല. ഇപ്പം Y എന്ന സെലക്ടറിൽ Y എന്ന കണക്ഷനിൽ നമുക്ക് കറണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ നമുക്ക് കട്ടാവും മനസ്സിലാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കറണ്ട് ഇല്ല, മറ്റു ഭാഗത്തിന് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ടറുകൾ നമുക്ക് ഓരോ പൊസിഷനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പം Yയിൽ കറണ്ട് ഇല്ല, എനിക്ക് Rൽ കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സെലക്ടർ ഓൾറെഡി R എന്ന ഇൻഡിക്കേഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ Y എന്ന കണക്ഷൻ എന്ത് ചെയ്യണം, നമുക്ക് 0 വന്നു, ഇവിടെ Rലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ 2 ഫേസുകൾ കറക്റ്റായി. ഇനി നമുക്ക് ഈ 3ാമത്തെ ഫേസും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ചേഞ്ച് ഓവർ ചെയ്തിട്ട് R എന്ന കണക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലോഡുകളും ഈക്വലായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ഓവർലോഡുകൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. AC ഇപ്പോൾ 2-3 റൂമുകളിൽ AC ഉണ്ടെങ്കിൽ ആ മൂന്ന് AC നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാതെ നമുക്ക് ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. കാരണം ഒരു ഫേസിലാകുമ്പോൾ നമുക്ക് മാക്സിമം ലോഡ് അതിനകത്ത് വേണ്ടി പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓരോ ഫേസുകളിൽ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും കറണ്ട് ഉപയോഗിക്കാനുള്ളൊരു സംവിധാനമാണ് ഇത്. മിക്കവാറും ഇപ്പോൾ ആൾക്കാർ ഇത്തരം രീതികൾ ചെയ്യുന്നില്ല, ഐസൊലേറ്റർ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു.